ദ്വിദിന മതപ്രഭാഷണ പരമ്പര ഇൻഷാ അല്ലാഹ് 27-28 ചൊവ്വാഴ്ച ദിവസങ്ങളിൽ അവിടെ നമ്മളെ പള്ളിയോട് ഉണ്ടായിരിക്കുന്ന കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകൾക്ക് അപ്പോൾ ഉണ്ടാവുന്ന അതിലേക്ക് വരെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഅദർന മൂല്യന തന്നെയാണ് വേറെ മൂല്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പരിശുദ്ധമായ കഅബയെ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. ഇന്നത്തെ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മെ പോലത്തെ ആളുകൾ ആ പാഠശാലയിൽ പോയി ആ പാഠങ്ങൾ പഠിച്ച് ജീവിതത്തിലേക്ക് സ്വായത്തമാക്കേണ്ടതുണ്ട്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഹാജിമാർ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ നാട്ടിലും കൂട്ടത്തിലും കുടുംബത്തിലൊക്കെ ആളുകളൊക്കെ പലരും ഹജ്ജിന് പോകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ ഹജ്ജും ഉംറയും സിയാറത്തും ഒക്കെ ചെയ്യാൻ അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹജ്ജിന്റെ ഭാഗമായി ഒരാൾ പല കർമ്മങ്ങളും നടത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഉൽഹിയ്യത്തുമായി ബന്ധപ്പെട്ട ശാഫിഈ മദ്ഹബിലെ കർമ്മശാസ്ത്ര മസലകൾ കോർത്തിണക്കിയ ഏകദേശം നല്ല ഒരു കാണാൻ ചെറിയൊരു പുസ്തകമാണെങ്കിലും ശാഫിഈ മദ്ഹബിലെ പ്രബലമായ അഭിപ്രായങ്ങൾ വെച്ച് ഉൽഹിയ്യത്തുമായി ബന്ധപ്പെട്ട മസലകൾ കോർത്തിണക്കപ്പെട്ട ഒരു പുസ്തകം രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നിങ്ങളെ അരികിലേക്ക് എത്തും. ആ സമയത്ത് നിങ്ങൾ അത് വാങ്ങണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹജ്ജിന്റെ കർമ്മത്തിന് വേണ്ടി ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അൽ ഹജ്ജു അറഫ എന്നതാണ്. ഹജ്ജിൽ ഒരുപാട് കർമ്മങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അറഫ. എന്നാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പരിശുദ്ധ ശരീഫ്. ഹജ്ജിന്റെ ഭാഗമായി ചെയ്യപ്പെടുന്ന അറഫയിൽ നിൽക്കുക, മുസ്ദലിഫയിൽ രാപ്പാർക്കുക, മിനായിൽ താമസിക്കുക, കല്ലെറിയുക, അങ്ങനെ പലതുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയിട്ടുള്ള അതിന് ചുറ്റും ചെയ്യപ്പെടുന്ന പരിശുദ്ധമായ തവാഫ്. അത് മക്കത്ത് പോകുന്നവർക്ക് മാത്രമല്ല, പോകണോലും പോകാത്തോലൊക്കെ ഏറ്റവും കടമപ്പെട്ട ഒരു ഗേഹമാണ് പരിശുദ്ധമായ കഅബ ശരീഫ്. ഒരു ദിവസം 5 തവണ ഒരു മുസ്ലിമായ മനുഷ്യൻ 17 ഭാഗങ്ങളിലൂടെയായി 17 രൂപങ്ങളിലൂടെയായി നിർബന്ധമായും ഇസ്തിഖ്ബാലുൽ ഖിബ്ല കഅബയിലേക്ക് മുന്നിട്ടുകൊണ്ട് നിസ്കരിക്കുന്നുണ്ട്. 17 റക്അത്തിലൂടെയായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിസ്കാരത്തിന് വേണ്ടി മുഅ്മിനീങ്ങൾ തിരിഞ്ഞു നിൽക്കുന്നത് പരിശുദ്ധമായ കഅബ ശരീഫിലേക്കാണ്. അതുപോലെ തന്നെ രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ മരണാസന്നമാകുമ്പോൾ കഅബയിലേക്ക് തിരിച്ചാണ് കിടത്തുക. അതുപോലെ തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു മരിച്ച മയ്യത്തിനെ കിടത്തതും കഅബ ശരീഫിലേക്കാക്കിയിട്ടാണ്. തലഭാഗത്ത് ഒരു ഉയർന്ന സാധനം വെച്ച് മുഖം ആ ഭാഗത്തേക്കാക്കാൻ വേണ്ടി നമ്മളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഒരു ദിവസം നമുക്കും ചെയ്യപ്പെടും. അല്ലാഹു തആല ആഫിയത്തുൽ ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ഷാഫിഈ മദ്ഹബ് ഫിഖ്ഹിന്റെ കിതാബുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഒരു മയ്യിത്തിനെ ഖബറിൽ കിടത്തുന്ന സന്ദർഭത്തിൽ അവന്റെ വയറ്, മുഖം മുഴുവനും, അവന്റെ എല്ലാ ഭാഗവും, മുൻഭാഗം മുഴുവനും കഅബയിലേക്ക് തിരിച്ചു കിടത്തണം. അഥവാ അവന്റെ ആ കിടത്തത്തിൽ അവൻ ചെരിഞ്ഞു വീണാൽ മയ്യത്തിന് മ്ലേച്ഛത സംഭവിക്കുന്നതിന് മുമ്പ് ഖബർ തുറന്ന് അങ്ങനെ തന്നെ കിടത്തണമെന്നാണ് ഷാഫിഈ മദ്ഹബിന്റെ വീക്ഷണം. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ നിത്യജീവിതമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഗേഹമാണ് പരിശുദ്ധമായ കഅബ. ഈ പരിശുദ്ധമായ കഅബയെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا. ഈ പരിശുദ്ധമായ കഅബാലയത്തെ ജനങ്ങൾക്ക് ഞാൻ ആക്കിയത് وَإِذْ جَعَلْنَا الْبَيْتَ مَثَابَةً لِلنَّاسِ وَأَمْنًا.
രണ്ട് പ്രയോഗമാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ഒന്ന് മസാബത്ത്, രണ്ടാമത്തത് അംന്. കഅബ ശരീഫിനെ അല്ലാഹു തആല ആക്കിയത് മസാബത്തും അംനുമാണ്. എന്താ മസാബത്ത് എന്ന് പറഞ്ഞാൽ? കഅബ ശരീഫിനെ അല്ലാഹു തആല ആക്കിയത് മസാബത്തൽ ലിന്നാസ്. ജനങ്ങൾ എത്രത്തോളം അവിടേക്ക് പോയി തിരികെ നാട്ടിലേക്ക് വന്നാലും അങ്ങോട്ട് പോകണം എന്നൊരു മാനസിക സ്ഥിതി മനുഷ്യർക്ക് ഉണ്ടാകുന്ന രൂപത്തിലാണ് അല്ലാഹു തആല പരിശുദ്ധമായ കഅബ ശരീഫിനെ അല്ലാഹു തആല ഉണ്ടാക്കിയത്. ലോകത്ത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് നിർമ്മിതികൾ ഉണ്ടല്ലോ, ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ വലിയ ബിൽഡിംഗ് ആണോ കഅബ? നമ്മള് കാഴ്ച കാണാൻ പോകുന്ന സ്ഥലത്തുള്ള അങ്ങനത്തെ വലിയ കാഴ്ച സ്ഥലമാണോ കഅബ? പക്ഷേ ആ കഅബ ശരീഫിന്റെ അരികിലേക്ക് പോയി സുബ്ഹാനല്ലാഹ് മക്കയോട് സലാം പറഞ്ഞ് നമ്മൾ വിദാഇന്റെ തവാഫ് ചെയ്യുമ്പോൾ അവസാനം കഅബ ശരീഫിനോട് മസ്ജിദുൽ ഹറാമിനോട് മക്കയോട് സലാം പറഞ്ഞു വരുമ്പോൾ ആ കഅബ ശരീഫിന്റെ ചുറ്റും നമ്മൾ തവാഫ് ചെയ്യുമ്പോൾ അല്ലാഹുവേ തൽക്കാലമായി പുണ്യഭൂമിയിൽ നിന്ന് ഞാൻ എന്റെ നാട്ടിലേക്ക് അഹ്ലുകാരിലേക്ക് പോവുകയാണ്, ഇനിയും ഇങ്ങോട്ട് വരണമേ റബ്ബേ എന്ന തൗഫീഖിന്റെ പ്രാർത്ഥനയോട് കൂടിയാണ് നമ്മൾ ആ കഅബാലയത്തോട് സലാം പറഞ്ഞു പോരുന്നത്. പക്ഷേ നാട്ടിലെത്തി കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞാൽ മനസ്സിന്റെ ഉള്ളിൽ വീണ്ടും ഇങ്ങനെ ആഗ്രഹം വരും, പഠിച്ചോനെ ആ കഅബാലയത്തിൽ പോകാൻ വല്ലാത്ത പൂതി. നമ്മൾ നാട്ടിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാലും കൂട്ടുകാരുമായി നമ്മൾ പഴയ ജീവിതത്തിൽ ഏർപ്പെടുമ്പോൾ ആ കഅബ ശരീഫിന്റെ ഫോട്ടോ കാണുമ്പോ അറിയാതെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നതാണ്, പഠിച്ചോനെ ഒരു തവണയെങ്കിലും ഒരു ഉംറക്ക് പോയിരുന്നെങ്കിൽ, ഒരു തവണ കൂടി ഹജ്ജിന് പോയിരുന്നെങ്കിൽ എന്നത്. അല്ലാഹുവേ പോയവർക്ക് ഇനിയും ഒരുപാട് പോകാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പോകാത്തവർക്ക് ഒരു തവണയെങ്കിലും പോകാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹജ്ജും ഉംറയും ചെയ്യാതെ മരിപ്പിക്കരുതേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മസാബത്താണ് കഅബ. അതുപോലെ വഅംനാ നിർഭയത്തിന്റെ ഗേഹമാണ് കഅബ. അവിടേക്ക് പോയാൽ പേടിയില്ലല്ലോ, ഒരു ആശങ്കക്കും ഇടമില്ലല്ലോ. എല്ലാവർക്കും റാഹത്തായി അധിവസിക്കാൻ പറ്റുന്ന ഭൂമിയാണ് പരിശുദ്ധമായ ഹറമിന്റെ ഭൂമി. അതിൽ തന്നെ പ്രധാനപ്പെട്ട പരിശുദ്ധമായ കഅബ. മഹാനായിരിക്കുന്ന ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തങ്ങൾ ഈ ആയത്ത് വിശദീകരിക്കുന്നു, പറയുന്നു ലാ യഖ്ലൂന മിൻഹു വതറാ യഅതൂനഹു ثم يرجعون إلى أهله ثم يعودون إليه. കഅബ കാണാൻ വേണ്ടി, ഉംറ ചെയ്യാൻ വേണ്ടി, ഹജ്ജ് ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അവിടുന്ന് സലാം പറഞ്ഞ് നാട്ടിലേക്ക് തിരികെ പോരുന്നു. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ثم يعودون إليه ആ കഅബയുടെ ചാരത്തേക്ക് വീണ്ടും അതാ ജനങ്ങൾ പോവുകയാണ്. ആഗ്രഹം അല്ലാഹുവേ പരിശുദ്ധമായ കഅബ ശരീഫിലേക്ക് പോയി ഉംറയും അതുപോലെ ഹജ്ജും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. എപ്പോഴും ആഗ്രഹമായിരിക്കും കഅബ ശരീഫിലേക്ക്. ഇതുവരെ പോകാത്ത ആൾക്കാരുണ്ടാവും, ഉംറക്ക് പോകാത്തവർക്ക്. ഓലെക്കാളും പൂതിയക്കാരൻ പോയോൾക്ക് പിന്നെയും പോകാൻ. ഉംറക്ക് ഇതുവരെ പോകാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഹജ്ജിന് പോകാത്ത ആൾക്കാർ. ഒരു തവണ ഉംറക്ക് പോയ ആൾക്ക് ഇതുവരെ പോകാത്തവനേക്കാളും വലിയ പൂജക്കാരൻ പിന്നെ പോകാൻ. അതതിന്റെ ഒരു സുന്നിപ്പ. അല്ലാഹു തആല പറയാ മസാബത്തൽ ലിന്നാസ്, ജനങ്ങൾക്കുള്ള മസാബത്താണ് ബൈത്ത്. അൽ ബൈത്ത് അറബിയിൽ ബൈത്ത് പറഞ്ഞ പേരാണ് വീട്, അൽ ബൈത്ത് പറഞ്ഞ കഅബാണ്. അങ്ങോട്ട് ശൈഖാനി എന്ന് പറഞ്ഞാൽ രണ്ട് ശൈഖന്മാരുന്ന ശാഫിഈ മദ്ഹബിലെ ശൈഖാനി പറഞ്ഞാൽ ഇമാമുന നവവി റളിയല്ലാഹു അൻഹു, അതുപോലെ ഇമാമുന ബഹുമാനപ്പെട്ട റാഫിഈ റളിയല്ലാഹു അൻഹു. ആ മഹാന്മാരുടെ ദറജ അല്ലാഹു തആല ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഇതിലെന്താ മനസ്സിലാക്കാൻ കാരണം? ഞാൻ എന്താ പറഞ്ഞ, കഅബ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാ.
പരിശുദ്ധമായ ഹജ്ജിന്റെ മാസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശബ്ദം ശ്രവിക്കാതിരിക്കുന്ന സഹോദരിമാര്, എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. പരിശുദ്ധമായ കഅബ ലോകത്തോട് പരിചയപ്പെടുത്തുന്നത് അനമസാബത്തുൽ ലിന്നാസ്, ഞാൻ ജനങ്ങൾക്ക് മസാബത്ത് ആയതുപോലെ മാനവ മനുഷ്യകുലമേ നിങ്ങളും ജനങ്ങൾക്ക് മസാബത്താകണേ. ഞാൻ ജനങ്ങൾക്ക് മസാബത്താണ്. എന്റെ അരികിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യന്മാരെ, നിങ്ങൾ അരികിലേക്ക് ജനങ്ങൾ സമ്പർക്കം പുലർത്തി കഴിഞ്ഞാൽ, നിങ്ങളോട് ജനങ്ങൾ സമ്പർക്കം പുലർത്തി കഴിഞ്ഞാൽ നിന്നിലേക്ക് ജനങ്ങൾ വീണ്ടും വരണമെന്ന ആഗ്രഹം എന്റെ ആ പെരുമാറ്റത്തിൽ ഉണ്ടാകണം. അതാണ് കഅബ പഠിപ്പിക്കുന്നത്. മനുഷ്യ, നിന്നോട് ജനങ്ങൾ സമ്പർക്കം പുലർത്തുമ്പോൾ നിന്നിലേക്ക് വീണ്ടും ആ ജനങ്ങൾ വരാനുള്ള സ്വഭാവമായിരിക്കണം നിന്റെ സ്വഭാവം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ആദരവായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലഫൽ അലിഫു നിളാമാ മദ്ഹി അലൽ ആലി ആൽ അവ്വൽ السطور بسم الله بدء القال قال لا إله إلا الله لا إله إلا الله محمد رسول الله. മഹാനായ സയ്യിദുന സൗബാൻ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ അരികിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വരികയാണ്. സൗബാൻ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, സൗബാനെ റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ മുഖത്തിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ സൗബാനെ. മോത്തേക്ക് നോക്കിയിട്ട് എന്തോ ടെൻഷൻ ഉണ്ടല്ലോ സൗബാന്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ വളരെ ദുഃഖിതനായി പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മാ ഫീ മിൻ ളുർരി വലാ വജഈ, നബിയേ, മാ ഫീ മിൻ ളുർരി, പ്രയാസമില്ല നബിയേ, വലാ വജഈ, ഒരു ശാരീരികപരമായ വേദനയും എനിക്കുണ്ടായിട്ടില്ല നബിയേ. പെരേത്തെ കുഴപ്പം കൊണ്ട് പെണ്ണുങ്ങൾ ഇടങ്ങളാക്കിക്കൊണ്ട് വരില്ല, മക്കളെ പ്രയാസമില്ല, ശരീരത്തിന് വേദനയോ കടച്ചിലോ ഒന്നുമില്ല. പിന്നെ എന്തിനാണ് സൗബാനെ നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് പറയുന്നു, നബിയേ, ഗൈറ അന്നീ ഇദാ ലം അറക ഇശ്തഖ്തു ഇലൈക, ഒറ്റ കാര്യം മാത്രം, അങ്ങേ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല നബിയേ. നിങ്ങളടുത്താണ് പോയി കഴിഞ്ഞാൽ പിന്നെ കാണാൻ പൂതിയാകും നബിയെ. ഒരു നിമിഷം എന്റെ പെരേല് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, എന്താ സൗബാൻ ഇവിടെ വന്നാ പോരെ, ഇവിടെ വന്നാൽ പോരെ? ആ സമയത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ ദുനിയാവിൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ നബിയെ അങ്ങയെ വന്ന് കാണാം. പക്ഷേ സുമ്മ ദക്കറുത്തുൽ ആഖിറത, ഞാൻ ഓർത്തു പോകുന്നത് ആഖിറത്തിനെയാണ് നബിയെ. വഅഖാഫു അല്ലാ അറാക ഹുനാക, സൗബാൻ എന്ന ഞാനെന്ന് പറഞ്ഞാൽ നബിയെ സാധുവാണ്, അങ്ങെന്ന് പറഞ്ഞാൽ ഖാതിമുൽ അംബിയാ വസയ്യിദുൽ മുർസലീൻ, അങ്ങ് ഈ ലോകത്തിന്റെ അധിപനാണ് നബിയെ, മുർസലീങ്ങളുടെ നേതാവാണ്, ഖാതിമുൽ അംബിയാ ആണ്, സ്വർഗ്ഗലോകത്ത് നബിയെ അങ്ങെന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനത്തിലായിരിക്കുമല്ലോ നബിയെ. ഞാനെന്ന് പറയുന്ന സൗബാൻ സ്വർഗത്തിന്റെ ഏറ്റവും താഴ്ന്ന തട്ടിലാകുമ്പോൾ സ്വർഗത്തിൽ വെച്ച് അങ്ങയെ കാണാൻ എനിക്ക് കഴിയില്ലല്ലോ നബിയെ. ഇത് ഓർത്ത സങ്കടമാണ് യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്താണ് പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം
മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും വഴിപ്പെട്ട് ജീവിച്ചാൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ നാളെ സ്വർഗ്ഗത്തിൽ അംബിയാ മുർസലീങ്ങളോടുകൂടെ, ശുഹദാഇന്റെ കൂടെ, സ്വാലിഹീങ്ങളോടുകൂടെ, സിദ്ദീഖീങ്ങളോടുകൂടെ സ്വർഗ്ഗത്തിൽ അധിവസിക്കാൻ കഴിയുന്നതാണ്. അല്ലാഹുവേ, ആ മഹാഭാഗ്യവാന്മാരെ കൂട്ടത്തിൽ നീ ഞങ്ങൾക്ക് ഉൾപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത് നബി തങ്ങളുടെ ജീവിതം കഅബയായിരുന്നു. മസാബത്തുൽ ലിന്നാസ്, കണ്ടാൽ പിന്നി കാണാൻ പൂതി, പിന്നി കാണാൻ പൂതി. ആ പെരുമാറ്റം ജനങ്ങളുമായി ഇടപെടുന്ന പെരുമാറ്റം എത്രത്തോളം തന്റെ ശത്രുക്കളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിരുന്നു. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നബി തങ്ങൾ ഇരിക്കുമ്പോൾ ഒരു മനുഷ്യനതാ കയറി വരുന്നു. ആ സമയത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് നബി തങ്ങൾ പറയുന്നു, ബിഅസ അഖുൽ അശീറ, ബിഅസ അഖുൽ അശീറ. ആ വരുന്ന ആളുണ്ടല്ലോ, എന്തോ തകരാറുണ്ട്. ബിഅസ അഖുൽ അശീറ, നമ്മുടെ അടുത്തേക്ക് ഇപ്പൊ കൂട്ടുകൂടാൻ വരുന്ന ആളുണ്ടല്ലോ, അതൊക്കെ എന്തോ തകരാറുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളായിട്ട് കമ്പനിക്ക് പറ്റിയ ആളല്ല. കൂട്ടുകെട്ടാണ് ഒരു മനുഷ്യനെ നന്നാക്കുന്നതിലേക്കും ബാപ്പിക്കുന്നതിലേക്കൊക്കെ കൊണ്ടുപോകും. ആ ചങ്ങായി, ആ വരുന്ന ആള് അവിടെ കസ്തല്ലാനിയും ഫത്തുൽ ബാഹരിയൊക്കെ ആ വിഷയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതിലിങ്ങനെ കണക്ക് സമയം കടന്നു പോകണ്ട. ആ മനുഷ്യന് നമ്മളായിട്ട് കമ്പനിക്ക് പറ്റിയ ആളല്ല. പക്ഷെ അങ്ങനെ പറഞ്ഞുവെങ്കിലും ആ മനുഷ്യൻ വന്നപ്പോൾ നബി തങ്ങൾ നല്ല സ്വീകരണം ചെയ്തു. ആ പിടിച്ച് വരേക്ക് കയറ്റി ഇരുത്തി ഭക്ഷണം കൊടുത്ത് നല്ല സൽക്കാരം, നല്ല പിന്നെ ഉസ്താമാരൊക്കെ വരുമ്പോ അംഗന്മാരൊക്കെ വരുമ്പോ നമ്മള് കസാലമ്മ പൊടിയില്ല പുറത്തൊക്കെ ഉണ്ടാക്കും തട്ടി കൊടുക്കൂല എന്നതുപോലെ ഈ മനുഷ്യൻ വന്നപ്പോ ആ മനുഷ്യനെ പിടിച്ച് ഇരുത്തി ഭയങ്കര വർത്താനം കൂട്ടും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മൂക്കത്തെ വരല ചെല്ലപ്പോ നബി തങ്ങൾ പറഞ്ഞു ബിഅസാഹുൽ അശീറ എന്നല്ലേ, നമ്മൾക്ക് പറ്റിയ കമ്പനിക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് നബി തങ്ങൾ ഇങ്ങനെ സൽക്കരിക്കുന്നത്? യാ റസൂലല്ലാഹ്, അയാൾ പോയി, ആ മനുഷ്യൻ പോയി കഴിഞ്ഞപ്പോൾ നബി തങ്ങളോട് ചോദിച്ചു, നബിയേ അങ്ങല്ലയോ പറഞ്ഞത് ബിഅസാഹുൽ അശീറ, നമുക്ക് പറ്റിയ കമ്പനിക്കാരനല്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നബിയെ അങ്ങ് ഇങ്ങനെ സൽക്കരിച്ചത്? ആ സമയത്ത് നബി തങ്ങൾ ചോദിക്കുന്നു, യാ ആയിഷ, ആയിഷ പെണ്ണേ, മത്താ അഹിത്തിനി ഫഹാഷ. ഭയങ്കര ചോദ്യാണത്. മത്താ അഹിത്തിനി ഫഹാഷ, എന്നെ കുറിച്ച് എപ്പോഴാണ് ഫഹാഷ എന്ന് മനസ്സിലാക്കിയത്? ഞാൻ തമ്മാടിയാ നമുക്ക് തോന്നുന്നുണ്ടോ? ആൾക്കാർ തമ്മാടിയാളാൻ കരുതിയിട്ട് ഞാൻ തമ്മാടിയാകേണ്ട ആവശ്യമുണ്ടോ? എന്റെ കുടിക്ക് ഒരാൾ കയറി വരുമ്പോ അവൻ എന്റെ അതിഥിയാണ്, അവനെ സൽക്കരിക്കൽ എന്റെ കടമയാണ്. മഹാനായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഇന്ന ശർറന്നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ അന്ന് അല്ലാഹുവിന് ഏറ്റവും ദേഷ്യപ്പെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മൻ തറകഹുന്നാസു ഇത്തിഖാ ശർരിഹി. അല്ലാഹുവിനെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആമീൻ. മൻ, ഒരു മനുഷ്യനാണ്, ചങ്ങാതിയാണ്, തറകഹുന്നാസു ഇത്തിഖാ ശർരിഹി, ഓനോട് ജനങ്ങൾക്ക് അടുപ്പം കൂടാൻ താല്പര്യമില്ല. ഇത്തിഖാ ശർരിഹി, ഓന്റെ ഷർറ് ഭയന്നതിന് വേണ്ടി ഓനാളുടെ മനുഷ്യനെ പൊറപ്പിച്ചു ഇടങ്ങേറാക്കും. ചില കാക്കാർക്കുണ്ടാ സ്വഭാവം. നാലാള് കൂടിയാല് എങ്ങനെയാലും ഓനട്ടാണ്ട് പ്രഷറാക്കുക. ഒരു കല്യാണ പരിപാടി നടക്കുമ്പോ ഓന്റെ അടുത്ത് ആരും പോകില്ല. കാരണം ഓനൊരു പരിസരബോധം ഉണ്ടാവില്ല, അന്തം ഉണ്ടാവില്ല. തൊള്ളെ തോന്നിയൊക്കെ വിളിച്ചറിയും. ആ മനുഷ്യനാണ് നാളെ മഹ്ശറ വൻസഭയില് അല്ലാഹുക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട ആളെന്ന് മഹാനായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ കഅബ പഠിപ്പിക്കുന്നത് അങ്ങനത്തെ സ്വഭാവം ഉണ്ടാകരുത്. അതാ പഠിപ്പിക്കുന്നത്. അല്ലാഹുവേ നല്ല സ്വഭാവം നീ തരണേ തമ്പുരാനെ. എന്നാൽ കഅബ ശരീഫിന്റെ മറ്റൊരു പ്രത്യേകത അല്ലാഹു തആല ആ ആയത്തിലൂടെ പറഞ്ഞത് വഅംനാ, കഅബ എല്ലാവർക്കും നിർഭയമാണ്, അവിടെ പോയാൽ പ്രയാസമില്ല. അതല്ലേ തഫ്സീറുൽ ജലാലൈനിൽ പറഞ്ഞത് മഅ്മനൻ ലഹും മിനൽ ദുൽമി വൽ ഗാറാത്തിൽ വാഖിഅത്തി ഫീ ഗൈരിഹി.
കഅബയല്ലാത്ത മറ്റ് സ്ഥലങ്ങളിൽ പിടിച്ചു പറയുന്നുണ്ട്, മോശമുണ്ട്, അടിയുണ്ട്, കുത്തുണ്ട്, ചവിട്ടുണ്ട്, കൊലപാതകമുണ്ട്. അതൊന്നും കഅബയുടെ ഭൂമികയിൽ പോയാൽ ഇല്ല. അപ്പൊ കഅബ പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു മുഅ്മിന് എല്ലാവർക്കും ഉള്ള ഒരു അഭയ കേന്ദ്രമായി മാറണം എന്നതാണ്. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നവറല്ലാഹു മർഖദല്ലാഹു ദറജ ഉയർത്തി കൊടുക്കണേ റഹ്മാനേ. തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോൾ മാതൃഭൂമിയിൽ വന്ന ന്യൂസ് നോക്കി നിങ്ങള് എന്താ പറഞ്ഞത്? മാതൃഭൂമിയില് ഇനി കേരളത്തിൽ ഒരു സിലബസ് പഠിപ്പിക്കപ്പെടും, ഒരു അധ്യാപനം പഠിപ്പിക്കപ്പെടും. എന്താ അധ്യാപകന്മാര് പഠിപ്പിക്കുക? കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ പാണക്കാട് എന്ന ദേശത്ത് ഒരു മുഹമ്മദ് അലി ശിഹാബ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന മനുഷ്യൻ ജീവിച്ചിരുന്നു. ആ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ് സ്നേഹമെന്നത് ജനങ്ങൾക്ക് ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കലായിരുന്നു എന്ന് പഠിപ്പിക്കപ്പെടുന്ന ഒരു അധ്യാപനം ലോകത്തേക്ക് കടന്നു വരാനുണ്ട്. അല്ലാഹു തആല അവരുടെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ആ സ്നേഹം ആസ്വദിച്ചവരാണ് നമ്മൾ. ആ സ്നേഹത്തിലായി ജീവിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജനങ്ങൾക്ക് നമ്മോട് സാമീപ്യമുണ്ടാകുന്ന സ്വഭാവമാണ് വേണ്ടത്. നബി തങ്ങൾ പറഞ്ഞല്ലോ, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അവനാണ് യഥാർത്ഥ മുസ്ലിം. അൽ മുസ്ലിമു, മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ ഒരുവനാണ്, സലിമൽ മുസ്ലിമൂന മുഹദ്ദിസീങ്ങൾ പറഞ്ഞത് ലോകത്തിലുള്ള മനുഷ്യന്മാർക്ക് കഴിച്ചിലായി. വെറും മുസ്ലിമീങ്ങൾ മാത്രമല്ല, അൽ മുസ്ലിമൂന ലോകത്തിലുള്ള എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു. മിൻ ലിസാനിഹി വയദിഹി, അവന്റെ നാവിന്റെ ശർറിൽ നിന്നും അവന്റെ കയ്യിന്റെ ശർറിൽ നിന്നും ആർക്കൊക്കെയാണോ രക്ഷ ലഭിച്ചത് ആ രൂപത്തിൽ ജീവിക്കുന്നവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന ആദരവായ ഹബീബുന മുഹമ്മദ് മുസ്തഫ. എനിക്ക് തൊള്ളേ തോന്നിയ കാരണം ഞാൻ വിളിച്ചറിയാം. എനിക്ക് തൊള്ളേ തോന്നിയ കാരണം എന്തേലും കണ്ട് എല്ലാവരോടാണ് പറയാം. അത് ഏതെങ്കിലും സമൂഹത്തിന് വേദന ഉണ്ടാകും ഒന്നുമില്ല. എനിക്കും പറയാനാണ് പറയാൻ. ഉമ്മത്തിന് എന്തേലും അത് ബാധകവോ ആ ശ്രദ്ധ ഒന്നുമില്ല. എനിക്ക് തോന്നിയത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ട് എഴുതി വിടുക, എനിക്ക് തോന്നിയത് ഞാൻ വാട്സപ്പിൽ എഴുതി വിടുക, അത് ഷെയർ ചെയ്യാം. അവൻ യഥാർത്ഥ മുസ്ലിമല്ല എന്ന് മഹാനായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. നബി തങ്ങൾ പറയുന്ന, മനുഷ്യ, നിങ്ങളെ അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇൻ കുൻതും തുഹിബ്ബൂന അൻ യുഹിബ്ബകുമുല്ലാഹു വറസൂലുഹു. അല്ലാഹുവും അവന്റെ റസൂൽ നിങ്ങൾ ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഫഹാഫിളു അലാ സലാസി ഖിസാൽ. എന്നാൽ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അല്ലാഹു തആല ശ്രദ്ധിച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. നബി തങ്ങൾ പറയുന്നു, സിദ്ഖിൽ ഹദീസ്, സത്യസന്ധമായി നീ സംസാരിക്കലാണ് മഹാനായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വടായിങ്ങ പൊട്ടിച്ചരുത്, സത്യസന്ധമായി സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം വഅദാഇൽ അമാന. രണ്ടാമത്തെ കാര്യം വഅദാഇൽ അമാന. ജനങ്ങൾക്ക് നിന്നെ കുറിച്ച് വിശ്വസ്തത ഉണ്ടായിരിക്കേണ്ടതാണ്. ജനങ്ങൾക്ക് നിന്നെ കുറിച്ച് വിശ്വസ്തത വേണം. അന്നെന്ത് കാര്യം ഏൽപ്പിച്ചാല് അത് പൂർത്തിയാക്കുമെന്നുള്ള ഒരു ബോധം ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ജീവിതം ജീവിക്കുക. മൂന്നാമത്തത് വഹുസ്നിൽ ജിവാർ, അയൽപക്ക ബന്ധം നല്ല രൂപത്തിൽ സൂക്ഷിക്കുക. ആദരവായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 കാര്യം സൂക്ഷിച്ചോ എന്നാൽ അന്നെ ഞാനും ഇഷ്ടപ്പെടും. ആര്? മഹാനായ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനും ഇഷ്ടപ്പെടും, അല്ലാഹും ഇഷ്ടപ്പെടുമെന്ന് ആദരവായ ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബലഗൽ മുദ്ദഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും യശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ
തഖ്വയിലായി ജീവിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ജനങ്ങൾക്ക് വെറുപ്പുണ്ടാകുന്ന ജീവിതം ജീവിക്കുന്നതിനെ തൊട്ട് ഞങ്ങൾക്ക് നീ ഹഫളത്ത് നൽകണേ അല്ലാഹ്. പടച്ചോനെ ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ അല്ലാഹ്, ആബിദീങ്ങളാക്കണേ അല്ലാഹ്. പടച്ചോനെ ഖിയാമത്ത് നാൾ വരെ ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം നീ നിലനിർത്തി തരണേ തമ്പുരാനെ. ഞങ്ങളെ ഉലമാഇന്റെയും അതുപോലെ ഉമറാഇന്റെയും ഇടയിലുള്ള ഐക്യത്തിനെ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. ഞങ്ങളെ മരണപ്പെട്ടു പോയ ഉമ്മാന്റെ ബാപ്പാന്റെ വല്യുപ്പാന്റെ വല്യുമ്മാന്റെ ഉസ്താദുമാരുടെ കുടുംബക്കാരുടെ കൂട്ടുകാരുടെയും ബന്ധുക്കള് നാട്ടുകാര് ബന്ധുമിത്രാദികൾ ആരൊക്കെയാണോ മരണപ്പെട്ടു പോയത് ഖാലിഖായ അല്ലാഹ് അവരെ ഖബറുകൾ നീ സന്തോഷത്തിന്റെ മണിയറകളാക്കി കൊടുക്കണേ തമ്പുരാനെ. ജീവിച്ചിരിപ്പുള്ള ഞങ്ങളെ ഭാര്യമാര്, ഞങ്ങളെ മക്കള്, ഞങ്ങളെ ഉസ്താദുമാര്, മാതാപിതാക്കള്, ശിഷ്യന്മാര്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളുമായി സമ്പർക്കം പുലർത്തിയവര് എല്ലാവർക്കും നിന്റെ ത്വാഅത്തിലും വജ്ഹിലും റിളയിലുമായി ആഫിയത്തുള്ള ദീർഘായുസ്സ് തരണേ അല്ലാഹ്. സാഹിറിന്റെ സിഹറിൽ നിന്ന് കാക്കണേ അല്ലാഹ്, ആയിനിന്റെ ഐനിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്, ളാലിമിന്റെ ദുൽമിൽ നിന്ന് നീ കാക്കണേ റബ്ബേ, മുഫ്സിദിന്റെ ഫസാദിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്, ശർറന്മാരെ ശർറിൽ നിന്ന് നീ കാക്കണേ റബ്ബേ. ഞങ്ങൾ മഹല്ല് ഖബർസ്ഥാനിൽ ഒരുപാട് സാധുക്കൾ കിടക്കുന്നുണ്ട് റബ്ബേ. ഒരാളെ ഖബർ നരകത്തിന്റെ കുണ്ടാക്കരുതേ റബ്ബേ. കഅബയെ കുറിച്ചാണല്ലോ റബ്ബേ ഞങ്ങൾ പറഞ്ഞത്. കഅബ ശരീഫ് ഞങ്ങൾ നേത്രങ്ങളെ കൊണ്ട് കാണാതെ ഞങ്ങളെ നീ മരിപ്പിക്കരുതേ റബ്ബേ. ഒരുപാട് തവണ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ നാടുകളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഈ വർഷം ഹജ്ജിന് പോകുന്നുണ്ട്. അല്ലാഹുവേ തടിക്കൊരു കേടും പറ്റാതെ റാഹത്തോടു കൂടി എല്ലാ കർമ്മങ്ങളും ചെയ്ത് നാട്ടിലേക്ക് തിരികെ വരാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന എൻ്റെ അഭിവന്ദനായ വല്ലുപ്പ മഹാനായ ശൈഖുനാ കാടമ്പാടി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ വഫാത്തായ ദിവസമാണ് ഇന്ന്. 12 വർഷമായി വിട പറഞ്ഞിട്ട് അല്ലാഹുവേ ദുൽഖഅദ് 15 ദിനമാണ് വഫാത്തായത്. അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ റബ്ബേ. അവിടുത്തെ ഇൽമിനെ കബൂലാക്കണേ അല്ലാഹ്. അവിടുത്തെ തദ്രീസും തഅലീമിനെ കബൂലാക്കണേ റഹ്മാനെ. അവർ കാണിച്ച സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലായി അവസാനം വരെ ജീവിക്കാനും മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസിദ് റബ്ബി കറാമതഹു വഫീ ഖൽബി മഹബ്ബതഹു വആതി ലനാ ശഫാഅതഹു ഷഹീദ് അലി വലില്ലാഹ് സ്വലാത്തുല്ലാഹ്. സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. വസിദ് റബ്ബി കറാമതഹു വഫീ ഖൽബി മഹബ്ബതഹു വആതി ലനാ ശഫാഅതഹു ഷഹീദ് അലി വലില്ലാഹ് സ്വലാത്തുല്ലാഹ്. സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. വസിദ് റബ്ബി കറാമതഹു വഫീ ഖൽബി മഹബ്ബതഹു വആതി ലനാ ശഫാഅതഹു ഷഹീദ് അലി വലില്ലാഹ് സ്വലാത്തുല്ലാഹ്. സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.